ശ്രാദ്ധം പോലുള്ള ആചാരങ്ങൾ നിങ്ങൾക്കൊരു സത്യസന്ധമായ ജീവിതം നയിക്കാൻ പ്രചോദനം നൽകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഈ ആചാരങ്ങൾ വെറും ആഡംബരവും കാപട്യവും ബാഹ്യമായ പ്രവൃത്തികളുമായി മാറിയെങ്കിൽ പിന്നെ അതിലൊന്നും കാര്യമില്ല. ആ ഗ്രാൻഡ് പേരൻസും ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസും ഒക്കെ പോയി, ബാക്കിയുള്ളത് സത്യമാണ്, അതാണ് ബാക്കിയാവുന്നത്. അവരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ചില്ലേ, രാം നാം സത്യഹേ? അതിനർത്ഥം എന്താണ്? ഈ ശരീരം അസത്യമാണെന്ന്. ഇത്രയും കാലം നമ്മൾ ശരീരത്തെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു, അതിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇത് കള്ളമായിരുന്നു, ഇത് ചതിച്ചു. നോക്കൂ, നമ്മളെ ഇവിടെ ഉപേക്ഷിച്ച് ഈ ശരീരം ഇന്ന് യാത്രയായി, ഇത് ചാരമായി മാറും. ഇനി ഈ മുഖം ഒരിക്കലും കാണില്ല, നമ്മൾ എത്ര വിളിച്ചാലും സമയം കൊണ്ടുപോയതിനെ. അപ്പോൾ നമ്മൾ പറയുന്നു, രാം നാം സത്യഹേ. അപ്പോൾ പോയ നമ്മുടെ ഗ്രാൻഡ് പേരൻസും ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസും ഒക്കെ എവിടെയാണവർ ഇപ്പോൾ? ഏത് രൂപത്തിലാണ്? സത്യത്തിന്റെ രൂപത്തിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും മുത്തശ്ശന്മാർക്കും ശ്രദ്ധാഞ്ജലി അർപ്പിക്കണമെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തു 50 തരം പരിപാടികൾ സംഘടിപ്പിച്ചോ പൊള്ളയായ ആചാരങ്ങളിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ അവർക്ക് ബഹുമാനം നൽകണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ഉൾക്കൊള്ളണം? അതേ സത്യം ഉൾക്കൊള്ളണമല്ലേ? ഇതാണ് അവരെ ആദരിക്കാനുള്ള വഴി, വേറെ വഴിയില്ല.